ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കപ്പ് കടലമാവുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഉപ്പ് മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ സേവനാഴി എടുത്ത് ഇടിയപ്പത്തിൻ്റെ അതേ അച്ച് വെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഈ മാവ് നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇതുപോലെ പതുക്കെ കറക്കി പിഴിഞ്ഞു കൊടുക്കാം. ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും കൂടി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്നും ഇതെടുത്ത് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷമേ ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. അപ്പോഴാണ് നല്ലതുപോലെ ഫ്രൈ ആയി വരികയുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ മാവും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.